കാനം രാജേന്ദ്രൻ വളരെ ശക്തമായിട്ട് പ്രാദേശിക നേതൃത്വത്തിൽ വളരെ ശക്തമായി പ്രവർത്തിച്ചു വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹം ട്രേഡ് യൂണിയനിലും വളരെ ശക്തമായ സാന്നിധ്യം ഉറപ്പിച്ച് അതിനുശേഷമാണ് അദ്ദേഹം പാർട്ടിയുടെ നേതൃത്വത്തിലേക്ക്, CPIയുടെ നേതൃത്വത്തിലേക്ക് വന്നത്. അതേസമയം ബിനോയ് വിശ്വം എന്ന് പറയുമ്പോൾ ഈ പ്രാദേശിക തലത്തിൽ അധികം പ്രവർത്തിച്ചിട്ടില്ല. അദ്ദേഹം ഒരു AISFലായാലും AIYFലായാലും പ്രവർത്തിച്ച് പിന്നെ CPIയുടെ ദേശീയ നേതൃത്വത്തിൽ നിന്ന് താഴോട്ട് വന്നതാണ്, സംസ്ഥാന നേതൃത്വത്തിലേക്ക് വന്നതാണ്. ആ രണ്ട് പ്രവർത്തനവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ഈ ട്രേഡ് യൂണിയൻ പ്രവർത്തനം, അങ്ങനെയൊക്കെയുള്ള പ്രവർത്തനം എന്ന് പറയുന്നത്, അതും താഴെ തട്ടിലുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ഈ മനുഷ്യരുടെ വിചാര വികാരങ്ങളെ തൊട്ടറിയുന്ന ഒരു പ്രവർത്തനമാണ്. അപ്പോൾ അത് പോലെ അല്ല ഒരു താത്വിക കാര്യങ്ങളിൽ അഭിപ്രായം പറയുകയും ആ രീതിയിൽ ചിന്തിക്കുകയും ചെയ്യുന്ന ഒരാൾ. ഇപ്പോൾ MN ഗോവിന്ദൻ നായർ എന്ന് പറയുന്ന മഹാനായ നേതാവും NE ബൽറാം എന്ന് പറയുന്ന മഹാനായ നേതാവും, ഇവർ രണ്ടുപേരും ഏറ്റവും വലിയ നേതാക്കളാണ്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും പ്രവർത്തനങ്ങളിൽ വലിയ വ്യത്യാസമുണ്ട്. NE ബൽറാം എന്ന് പറയുന്ന നേതാവെന്ന് പറയുമ്പോൾ പാർട്ടിയിലെ താത്വികമായ കാര്യങ്ങളിൽ ഏറ്റവും പുലർത്തിയ ആളാണ്. അതേസമയം MN എന്ന് പറയുമ്പോൾ ഏറ്റവും താഴെത്തട്ടിൽ അടിസ്ഥാന വിഭാഗങ്ങളോടൊപ്പം പ്രവർത്തിച്ച ആളാണ്. ഇപ്പോൾ CPMൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ EMS AKGയും പോലെയാണ്. EMS എന്ന് പറയുമ്പോൾ താത്വിക വിഷയങ്ങളിൽ അഗാധമായ പഠനവും അതിൻ്റെ ആഴങ്ങളിൽ ഇറങ്ങിച്ചെന്ന് നോക്കുന്നു. അതേസമയം ജനങ്ങളോടൊപ്പം സഞ്ചരിച്ച് അവർക്ക് വേണ്ടത് എന്താണെന്ന് അവരുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്നാണ് AKG പ്രവർത്തിച്ചത്. അപ്പോൾ ആ ഒരു വ്യത്യാസം സ്വാഭാവികമായിട്ടും കാനത്തിൻ്റെ കാര്യത്തിലും ബിനോയ് വിശ്വത്തിൻ്റെ കാര്യത്തിലും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് CPIയുടെ ഇപ്പോൾ ഈ CC മുകുന്ദൻ ഒഴികെയുള്ള വിഷയങ്ങളിൽ, കാരണം ഇപ്പോൾ ഉള്ള സ്ഥാനാർത്ഥി പട്ടികയിൽ വേറെ ഒരിടത്തും വേറെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും കണ്ടില്ല. മാത്രമല്ല അതൊരു മോശമായ പട്ടികയാണെന്ന് ഒറ്റ നോട്ടത്തിൽ നോക്കുമ്പോൾ നമുക്ക് തോന്നുകയില്ല. കാരണം അതിൽ ഒരു മെച്ചപ്പെട്ട ഒരു പട്ടികയായിട്ടാണ് കാണുന്നത്. അതിൽ ചിലരെ ഇപ്പോൾ തുടർച്ചയായി മത്സരിച്ചതിൻ്റെ പേരിൽ ചിലരെ മാറ്റി നിർത്തിയിട്ടുണ്ട്. പകരം അവിടെ ഒരു തർക്കവും ഇല്ലാതെയാണ് പുതിയ സ്ഥാനാർത്ഥികളെ അവതരിപ്പിച്ചത്. ഇതിലാകെ ഒരു വ്യത്യാസം വന്നത് നാട്ടികയിലാണ്. പക്ഷേ നാട്ടികയിലെ മണ്ഡലം കമ്മിറ്റി ഒന്നടങ്കം ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കഴിഞ്ഞ തവണത്തെ സ്ഥാനാർത്ഥി തന്നെ മതി എന്ന് നാട്ടികയിലെ ആ ഒരു ശുപാർശ വന്നു. അവിടെ നിന്നുള്ള ശുപാർശയിൽ നിന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ ചർച്ച ചെയ്തതിന് ശേഷം അംഗീകരിച്ചതാണ് പഴയ MLA തന്നെ ഗീതാ ഗോപിയെ തന്നെ വീണ്ടും മത്സരിപ്പിക്കാം എന്ന് തീരുമാനിച്ചത്. അപ്പോൾ അതുകൊണ്ട് അത് ഈ പ്രവർത്തന രീതിയിൽ നേതാക്കൾക്ക് തമ്മിൽ വ്യത്യാസം ഉണ്ടാവും, അത് സ്വാഭാവികമാണ്. അല്ലാതെ അത് ഈ ഒരു മൊത്തത്തിലുള്ള ഒരു സംഘടനാ രീതിയെ അട്ടിമറിക്കുന്ന രീതിയിലുള്ളതാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കഴിഞ്ഞ കുറേ നാളായി മുസ്ലിം ലീഗ് ഈ പറഞ്ഞ പോലെ മുസ്ലിം സമുദായത്തിലുള്ള വിവിധ സംഘടനകളെ ഒരുമിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തി വരികയായിരുന്നു. കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിലാണ് അത് ഒരു വിജയകരമായ കൂട്ടുകെട്ടായി മാറിയത്. CPI, വെൽഫെയർ പാർട്ടി, ജമാഅത്തെ ഇസ്ലാമി, അങ്ങനെ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ രൂപമാണ് വെൽഫെയർ പാർട്ടി. അതുൾപ്പെടെയുള്ള മുസ്ലിം സമുദായവുമായി ബന്ധപ്പെട്ട തീവ്ര മതസംഘടനകൾ മുതൽ എല്ലാ വിഭാഗത്തെയും ഒരുമിച്ച് ചേർത്ത് കൊണ്ടുവരികയായിരുന്നു. അത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ അവർ വളരെ ഫലപ്രദമായിട്ട് ആ കൂട്ടായ്മയെ ചേർത്ത് പിടിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിലും അവരുടെ, അതായത് ഈ പറയുന്ന വെൽഫെയർ പാർട്ടിയുടേതുൾപ്പെടെ SDPIയുടേത് ഉൾപ്പെടെ ആളുകളെ ആയിട്ട് പ്രത്യക്ഷത്തിലോ പരോക്ഷമായോ സഖ്യത്തിൽ ഏർപ്പെടുകയും ആ സഖ്യം ഒരു UDFൻ്റെ ഭാഗമായി തന്നെ പ്രവർത്തിക്കുകയും അതൊരു വലിയ വിജയത്തിലേക്ക് UDFന് നയിക്കുന്ന അവസ്ഥ വന്നു. ആ അവസ്ഥ UDFനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നിക്ഷേപമായി മാറിയിട്ടുണ്ട്. അത് അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പോൾ അതിൽ വിള്ളൽ വീഴ്ത്താൻ പറ്റുമോ എന്ന് LDF ശ്രമിക്കുന്നുണ്ട്. അത് എത്രത്തോളം ഫലപ്രദമാകുന്നു എന്നെനിക്കറിയില്ല. എങ്കിൽ പോലും അതിൻ്റെ ഒരു ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ ദിവസം ഏറ്റവും ഒടുവിലത്തെ ക്യാബിനറ്റുകളിലൊന്നിൽ കാന്തപുരം AP വിഭാഗത്തിൻ്റെ യുനാനി കോളേജുണ്ട്. ആ യുനാനി കോളേജിന് എയ്ഡഡ് പദവി നൽകിയതുൾപ്പെടെ, അത് കഴിഞ്ഞിട്ട് സമസ്തയുടെ ഒരു ചടങ്ങിൽ മുഖ്യമന്ത്രി പങ്കെടുത്തത്, അതൊക്കെ തന്നെ ഇതിൽ നിന്ന് എത്രത്തോളം നേട്ടം തിരിച്ചു പിടിക്കാൻ പറ്റും, ഇല്ലെങ്കിൽ ഇവരുടെ നിന്ന് എന്ത് കിട്ടിയാലും ലാഭം എന്നുള്ള LDFൻ്റെ കണക്കുകൂട്ടൽ കൂടിയാണ്. എന്തായാലും അതിൽ ഒരു കാര്യം വസ്തുതയാണ്, ഈ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ഇപ്പോഴും ഏറെക്കുറെ പൂർണ്ണമായിട്ട് മുസ്ലിം ലീഗിൻ്റെ ഒപ്പം നിലയുറപ്പിച്ചിട്ടുണ്ട്. ആ നിലയുറപ്പിച്ചത് സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലും UDFന് അനുകൂലമായി പ്രതിഫലിക്കാനാണ് സാധ്യത.